ഹായ് ഹലോ എല്ലാവർക്കും കിസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ PYQ സീരീസിന്റെ ഡേ 8 ആണ്. ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം. ഇത് നിലവിൽ വരുന്നത് 1978 PSC ഉത്തരസൂചിക പ്രകാരം കേരളത്തിൽ നിലവിൽ 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവികുളം ദേശീയോദ്യാനമാണ്. ബാക്കി ഓപ്ഷൻസ് കൂടി നോക്കുമ്പോൾ രണ്ടാമത്തെ ദേശീയോദ്യാനം 1984 നിലവിൽ വന്ന സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാ? പാലക്കാട് ജില്ല. ആനമുടി ചോല, പാമ്പാടി ചോല, മതികെട്ടാൻ ചോല എന്നിവയാണ് ബാക്കി 3 ദേശീയോദ്യാനങ്ങൾ. ഇവ 3 സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. നിലവിൽ വന്നത് 2003 കാര്യം കൂടി ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം, കോശം കണ്ടുപിടിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ലുവാൻ ഹുക്കാണ്. അതുപോലെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡനും ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനുമാണ്. കോശ സിദ്ധാന്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇവർ രണ്ടുപേരുമാണെന്ന കാര്യം ഓർത്തുവെക്കുക. എങ്കിൽ നിങ്ങൾക്കായി ഒരു ചോദ്യം തരാം. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം ഏതാണ്? ഉത്തരം കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, പഴയീച്ച എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഡ്രോസോഫില. ഡ്രോസോഫില മെലാനോഗാസ്റ്റർ ആണ് പഴയീച്ച അഥവാ ബനാന ഫ്ലൈ അല്ലെങ്കിൽ കോമൺ ഫ്രൂട്ട് ഫ്ലൈ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ബി സ്റ്റേപ്പിസ്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ അഥവാ തുടയെല്ലാണ്. മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളാണുള്ളത്. നവജാത ശിശുക്കളിൽ അത് 300 അസ്ഥികളും. അസ്ഥികളെ പറ്റിയുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അടുത്ത ചോദ്യം, STPയിൽ 1 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം? ഉത്തരം ഓപ്ഷൻ സി 22.4 ലിറ്റർ. അടുത്ത ചോദ്യം, കപട സംക്രമണ മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സിങ്ക്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ കപട സംക്രമണ മൂലകങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇവരെ അങ്ങനെ വിളിക്കുന്നത്? പൊതുവെ സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് അപൂർണമായ ഡി ഓർബിറ്റൽസ്. എന്നാൽ സിങ്കിന് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉള്ളത്. അതുകൊണ്ടാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയെ കപട സംക്രമണ മൂലകങ്ങൾ അഥവാ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ എ സിങ്ക്. എപ്പോഴും ചോദിക്കുന്ന കുറച്ച് അയിരുകളെ കൂടി നമുക്ക് പരിചയപ്പെടാം. അയണിന്റെ അഥവാ ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, ഹേമറ്റൈറ്റ് എന്നിവ. അതുപോലെ കോപ്പറിന്റെ അയിരുകളാണ് ചാൽക്കോപൈറേറ്റ്, മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ് എന്നിവ. അതുപോലെ മെർക്കുറിയുടെ പ്രധാനപ്പെട്ട അയിരാണ് സിന്നബാർ. അടുത്ത ചോദ്യം, ലോക കാലാവസ്ഥാ ദിനം? ഉത്തരം ഓപ്ഷൻ ബി മാർച്ച് 23. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ബാക്കി 3 ദിനങ്ങളോട് നമുക്ക് ഓർത്തു വെക്കാം. മാർച്ച് 21 ലോക വനദിനം, മാർച്ച് 22 ലോക ജലദിനം, മാർച്ച് 23 നമ്മൾ പഠിച്ചു. മാർച്ച് 24 ലോക ക്ഷയദിനം. ഇത് ഓർത്തു വെക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കോഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. വനജയ്ക്ക് കാലത്തെ ക്ഷയം. ജസ്റ്റ് ഫണ്ണായിട്ട് ഓർത്താൽ മതി ഈ കോഡ്. വനജയിലെ വന ലോക വനദിനമായിട്ട് നമുക്ക് ഓർക്കാം മാർച്ച് 21. ലോക ജലദിനമായിട്ട് ഓർക്കാം മാർച്ച് 22. കാലത്തെ ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ക്ഷയം ലോക ക്ഷയദിനം മാർച്ച് 24. അടുത്ത ചോദ്യം, ലോക ഡയബറ്റിക്സ് ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ നവംബർ 14. ഓപ്ഷൻസിൽ ജൂലൈ 14 കാണാം. ജൂലൈ 14 ലോക ജനസംഖ്യാ ദിനമാണ്. ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 1. ലോക അർബുദ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 4. ലോക ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 17. അടുത്ത ചോദ്യം,
നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി, വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. അതുപോലെ തന്നെ മുട്ടയിലും പാലിലും അടങ്ങാത്ത വൈറ്റമിനും വൈറ്റമിൻ സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം അഥവാ വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് സ്കർവി. സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത്. അവസാനത്തെ ചോദ്യം, 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ജസ്റ്റിസ് BR ഗവായി. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പാട്ടുമായി കാണുന്നവരെ ബൈ.